നമസ്കാരം. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി മുൻ നേതാവും മുൻ എംഎൽഎയുമായിരുന്ന ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിലേക്ക് തിരിച്ചെത്തി. മുൻ കേരള കോൺഗ്രസ് നേതാവ് കൂടിയായ ജോണി നെല്ലൂർ പാർട്ടി അധ്യക്ഷൻ ജോസ് കെ മാണിയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ജോസ് നെല്ലൂരിന്റെ തിരിച്ചുവരവ് പാർട്ടിക്ക് കരുത്താകുമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ജോണി നെല്ലൂർ UDFന്റെ സെക്രട്ടറി ആയിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹം കേരള കോൺഗ്രസ് തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. UDFന്റെ വലിയ പദവി വഹിച്ച വ്യക്തി കേരള കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് പാർട്ടിക്ക് വലിയൊരു കരുത്തു നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമാകും എന്നത് വലിയ സന്ദേശമാണെന്ന് ജോസഫ് ഗ്രൂപ്പിനും ജനത്തിനും കൊടുക്കുന്നത് എന്ന് ജോസ് കെ മാണി പറഞ്ഞു. ജോണി നെല്ലൂരിന് ഉചിതമായ പദവി നൽകുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊപ്പമായിരുന്ന ജോണി നെല്ലൂർ 2023 പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. UDFിൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു 30 വർഷത്തോളം UDF ഉന്നതാധികാര സമിതി അംഗമായിരുന്ന ജോണി നെല്ലൂരിന്റെ രാജി. തുടർന്ന് ക്രൈസ്തവ വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ ജോണി നെല്ലൂർ പുതിയ രാഷ്ട്രീയ കക്ഷിക്ക് രൂപം നൽകി. ഒരു പാർട്ടിക്ക് കീഴിലും പ്രവർത്തിക്കില്ലെന്നും കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നായിരുന്നു NPPയുടെ പ്രഖ്യാപനം. BJPയുടെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ NPP നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ഇതോടെ ജോണി നെല്ലൂർ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് താൻ തിരിച്ചു വരികയാണെന്ന് ജോണി നെല്ലൂർ വ്യക്തമാക്കിയത്. UDFിൽ നിന്ന് കടുത്ത അവഗണനയും അപമാനവും താൻ നേരിട്ടുവെന്നാണ് ജോണി നെല്ലൂരിന്റെ ആരോപണം. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചല്ല സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഇനിയും അതൃപ്തരായ നേതാക്കളുണ്ടെന്നും അവരെയും തിരികെ എത്തിക്കാൻ ശ്രമിക്കുമെന്നും ജോണി നെല്ലൂർ കൂട്ടിച്ചേർത്തു. നന്ദി.